ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് മിനിമം 20 lakh സാലറി വാങ്ങാൻ നിങ്ങൾ റെഡിയാണോ? ആരാണ് റെഡി അല്ലാത്തതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മക്കളെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീംസിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ പകുതി വെച്ച് അയ്യോ എനിക്ക് മടുത്തു ഞാൻ ഡ്രോപ്പ് ചെയ്യാണ് എന്ന് വിചാരിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ കട്ട് ചെയ്തോളൂ, വേറെ പരിപാടിക്ക് പൊക്കോളൂ എന്നാണ് മിസ്സിന് പറയാനുള്ളത്. നന്നായിട്ട് അല്ലെ എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള മക്കൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വർഷം 20 lakh മിനിമം ഓഫ് ഒരു 20 lakh അല്ലെങ്കിൽ ഒരു 15 തൊട്ട് 20 lakh അതിൻ്റെ മുകളിലേക്ക് 50 ലക്ഷം വരെ പോകാനുള്ള ചാൻസുകളുണ്ട്. അപ്പം എങ്ങനെ നമുക്കെത്തും? വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള NITs ആൻഡ് IITs നമ്മൾ അഡ്മിഷൻസ് നേടിയെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് അവിടെ സെറ്റായി. അവിടെ നിന്നും നിങ്ങളെ കൊത്തിപ്പെറുക്കി കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് കമ്പനീസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് വളർത്തുക അല്ലെങ്കിൽ IITസിലേക്ക് അഡ്മിഷൻസ് നേടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് IITയിൽ അതായത് ഒരു IITയിലേക്ക് അഡ്മിഷൻസ് കിട്ടുകയാണ് അല്ലെങ്കിൽ NITയിലേക്ക് IITസിലേക്കൊക്കെ അഡ്മിഷൻസ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പറാണ്. നിങ്ങളുടെ സ്കിൽസ് വളർത്തിയെടുക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. വേൾഡിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. രാവ് പകല് എന്നില്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് പഠിക്കേണ്ടി വരും. പക്ഷേ ആ ഹാർഡ് വർക്കിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈയിങ് പൊസിഷനിലേക്കായിരിക്കും. അപ്പം എങ്ങനെയാണ് അതിന് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകണം. വേറെ ഒന്നുമല്ല, കുറച്ച് IITസിൻ്റെ മാത്രം ഒരു ആവറേജ് ആനുവൽ ഇൻകം ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ IIT ബോംബെ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്നും ആവറേജ് ആണ്, അതായത് ടോട്ടലായിട്ട് ചിലപ്പം 50 ലക്ഷം വരെ പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ an average 23.5 lakhs ആണ് ആവറേജ് പാക്കേജ് പെർ ആനം എന്ന് പറയുന്നത്. ഇനി IIT ഡൽഹി നമ്മൾ നോക്കുകയാണെങ്കിൽ 17.6 lakh വരെ പോയിട്ടുണ്ട്. IIT കാൺപൂർ ആണെങ്കിൽ ആവറേജ് 22.07 lakh ആണ്. ആൻഡ് IIT മദ്രാസ് നോക്കുകയാണെങ്കിൽ 22 lakhs ആണ്. ഇനി ഇതിന് തൊട്ട് പുറകിൽ തന്നെയാണ് നമ്മളുടെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NITs വരുന്നത്. NIT തിർച്ചി നോക്കുകയാണെങ്കിൽ ആവറേജ് 15.76 lakhs പോയിട്ടുണ്ട്. അതിനർത്ഥം 15.76 ആണ് മാക്സിമം എന്നല്ല, ഇറ്റ്സ് ആൻ ആവറേജ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ NIT വരാങ്കൽ നോക്കുകയാണെങ്കിൽ 15.6 lakhs വരെ പോയിട്ടുണ്ട്. NIT റൂർക്കേല നോക്കുകയാണെങ്കിൽ 13.43 lakhs വരെ പോയി. ആൻഡ് NIT കാലിക്കറ്റ് ആണെങ്കിൽ ആവറേജ് 14.36 lakhs. ഇതൊന്നും ചെറിയ കാര്യമല്ല, ഇതൊക്കെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാലറി നിങ്ങൾക്കും വാങ്ങിയെടുക്കാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത് JEE ആണ്. നിങ്ങൾക്കറിയാം JEE എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, JEE മെയിൻസ് ആൻഡ് JEE അഡ്വാൻസ്ഡ്. JEE മെയിൻസ് തന്നെ 2 സെഷൻസിലാണ് എക്സാംസ് വരുന്നത്. സെഷൻ 1 ആണെങ്കിൽ ജാനുവരിയിലായിരിക്കും ആൻഡ് സെഷൻ 2 ആണെങ്കിൽ ഏപ്രിലായിരിക്കും. അത് ജാനുവരി അറ്റംപ്റ്റ് നിങ്ങൾക്ക് ചെയ്യാം, ഏപ്രിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. അതിലത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോറാണ് നിങ്ങൾക്ക് എന്താണ് ഔട്ട് ആയിട്ട് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ JEE മെയിൻസ് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ അടുത്ത നിങ്ങളുടെ കടമ്പ എന്ന് പറയുന്നത് JEE അഡ്വാൻസ്ഡ് എക്സാം ആണ്. ആ JEE അഡ്വാൻസ്ഡ് എക്സാം നിങ്ങൾ നന്നായിട്ട് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IITസിലേക്കാണ്. ഇനി JEE മെയിൻസ് മാത്രമാണ് നിങ്ങൾ പാസ്സാവുന്നുണ്ടെങ്കിൽ അതും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NITs ആൻഡ് IITs, അതുപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ നന്നായിട്ട് അഡ്മിഷൻസ് കിട്ടി നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ പകുതി വെച്ചിട്ട് ഞാൻ നിർത്തി പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അയ്യോ മതി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് ഡ്രോപ്പ് ഔട്ട് ആവാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ വീഡിയോ നിർത്താം ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടി നോക്കാം. ആൻഡ് നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്താലും എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ഒരു തീപ്പൊരി നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +1ലേക്ക് പോകുന്നവരാണെങ്കിലും +1 കഴിഞ്ഞ് +2ലേക്ക് പോകുന്നവരാണെങ്കിലും നിങ്ങൾ
ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ സിമ്പിളാണ്. ജെഇയുടെ എക്സാം എന്ന് പറയുന്നത് +1 ആൻഡ് +2 സിലബസ് തന്നെയാണ്. പക്ഷേ വെറും +1 +2 പഠിച്ചു പോയതുകൊണ്ട് നിങ്ങൾ ജെഇ ക്രാക്ക് ചെയ്യോ? ഒരിക്കലുമില്ല. അതിന് പ്രോപ്പർ കോച്ചിങ് എടുക്കണം, പ്രോപ്പറായിട്ട് ജെഇ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, എക്സാംസ് എഴുതുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ +1 യോധ ബാച്ച് ഉണ്ട്, +2 മക്കൾക്ക് വീര ബാച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീര ബാച്ച് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ യോധ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ +1 ആണ് യോധ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അത് ലൈവ് ക്ലാസ്സുകൾ തന്നെയായിരിക്കും. ഡെയിലി ബേസ്ഡ് ലൈവ് ക്ലാസ് ഉണ്ടാവും, ബോർഡ് എക്സാം ബേസ്ഡ്. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. PDF നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും, ചാപ്റ്റർ വൈസ് എക്സാംസ്, മോഡൽ എക്സാംസ്, PYQ സൊല്യൂഷൻസ് കിട്ടും. ഇതെല്ലാം ബോർഡ് എക്സാം ആണ്. അതിനുശേഷം നമുക്ക് വരുന്നത് ജെഇയിലേക്കാണ്. ജെഇ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ട്, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. ജെഇ വർക്ക് ഷീറ്റ്സ്, അതായത് ജെഇ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടാവും, ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഈ 2 വർഷം നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതെല്ലാം നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം, രാവും പകലും ഇല്ലാതെ പഠിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ വിചാരിക്കും ഓക്കെ ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പഠിച്ചു തുടങ്ങാം. നോ, നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ സമയമില്ല. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഹാർഡ്ഷിപ്പിൻ്റെ ഒക്കെ അവസാനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആ അഡ്മിഷൻസ് കിട്ടി പഠിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് അതിന് പറ്റും. നന്നായിട്ട് പഠിക്കുക. ജെഇ ഡ്രീം ചെയ്യുന്ന ഒരു IITian ആവണമെന്ന് ഡ്രീം ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. ആൻഡ് ഇനിയും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്നുണ്ടാവും. സോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.